ഇന്ന് മുഴപ്പിലങ്ങാട് ഹയർ സെക്കൻഡറി സ്കൂളിൽ ബോധവൽക്കരണ ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പോയതാണ്. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി വലിയ വഴിക്ക് വെച്ചിട്ടാണ് ഞാൻ ആരെ കാണുന്നത്, ലിയോനെ കാണുന്നത്. ലിയോനെ മാത്രമല്ല, ലിയോൻ്റെ എല്ലാ സുഹൃത്തുക്കളെയും ഉണ്ടായിരുന്നു. പിന്നീട് ലിയോൻ്റെ സുഹൃത്തുക്കളെല്ലാം ഒരു സ്ഥലത്തെത്തുമ്പോൾ അവരെല്ലാം വഴിമാറിപ്പോയി. ലിയോ എൻ്റെ പിന്നാലെ തന്നെ വന്നു. സ്കൂൾ കോമ്പൗണ്ടിൽ എത്തുമ്പോഴേക്കും ശക്തമായ മഴ വന്നു. എൻ്റെ ബാക്കിലുള്ള ലിയോ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴയത്ത് ഓടുകയാണ് ചെയ്തത്. ഓടി വരാന്തയിലേക്ക് ഓടി കയറി. ഞാനും അതേപോലെ തന്നെ വരാന്തയിലേക്ക് എത്തി. കുടയൊക്കെ പൂട്ടി. അങ്ങനെ അവനും ഞാനും കൂടി ഹൈസ്കൂളിൻ്റെ വരാന്തയിൽ നിന്നു. ശക്തമായ മഴ പുറത്തിങ്ങനെ പെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഈ സമയത്ത് എന്താണെന്ന് വെച്ചാൽ മഴ തോർന്നു കഴിഞ്ഞില്ല. മഴ ചോർന്നു കഴിഞ്ഞപ്പോൾ എന്താ പറയുക, വളരെ ദൂരത്തു നിന്ന് പണ്ടത്തെ 8ാം ക്ലാസ്സിൻ്റെ ആ ബിൽഡിംഗ് ഉണ്ടായിരുന്നു. ആ ബിൽഡിങ്ങിൻ്റെ അടുത്തുനിന്ന് ആ ബിൽഡിങ്ങിൻ്റെ അവിടെ ഒരുപാട് നായ്ക്കൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, കിടന്നുറങ്ങുന്നുണ്ടായിരുന്നു. പക്ഷെ ഒരു നായ് മാത്രം കോമ്പൗണ്ടിലുണ്ടായിരുന്നു. ഇവരിങ്ങനെ വരാന്തയിലൂടെ നടന്നു പോകുന്നത് ആ നായയുടെ ശ്രദ്ധയിൽപ്പെട്ടു. അതിൻ്റെ കുര കേട്ടിട്ട് ബാക്കി എല്ലാ നായ്ക്കളും ഓടി വന്ന് അപരിചിതനായ ഒരു നായ് കോമ്പൗണ്ടിൽ കയറിയത് കൊണ്ട്, അവരുടെ തട്ടകാണല്ലോ, കയറിയത് കൊണ്ട് അവർ നിർത്താതെ കുരക്കാൻ തുടങ്ങി. അതൊന്നൊന്നര കുരയാണ്. ഇവനെ എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് എനിക്ക് നിങ്ങൾ ഭയങ്കര എൻ്റെ അമ്മ എന്തൊരു കുരയാന്നറിയാമോ. ഈ കുര കേട്ടിട്ട് എൻ്റെ ലിയോ ഒന്നൊന്നര പകച്ചിൽ. ഈ സമയത്ത് +1 അഡ്മിഷൻ അപ്പുറത്ത് ബിൽഡിംഗ് ഹയർ സെക്കൻഡറി ബ്ലോക്കിൽ നടക്കുന്നുമുണ്ട്. അവിടെ കുറേ രക്ഷിതാക്കളും കുട്ടികളും എല്ലാം ഉണ്ട്. ഇവരിങ്ങനെ കുരക്കുന്നു. അപ്പോൾ ഇവിടുത്തെ HMൻ്റെ നിർദ്ദേശപ്രകാരം എന്നെ അവിടെയുള്ള ഹയർ സെക്കൻഡറി അധ്യാപകരും എല്ലാം സഹായിച്ച് മോനെ വാ പറഞ്ഞ് ലിയോനെ കോമ്പൗണ്ടിൻ്റെ പുറത്തേക്ക് കൊണ്ടുപോകണമല്ലോ. പക്ഷെ ഇവരെല്ലാവരും കൂടിയിട്ട് എന്താ പറയുക, ഞങ്ങളെ, അതായത് ലിയോനെയാണല്ലോ വേണ്ടത്, ലിയോനെ ആക്രമിക്കേണ്ടിയിട്ട് പരിപാടിയാണ്. ആ സമയത്ത് ആ ക്യാൻറ്റീനിലുള്ളവർ കുറച്ച് ഭക്ഷണം കൊടുത്തിട്ട് ആകർഷിച്ചിട്ട് കുറച്ച് നായ്ക്കളെല്ലാം അങ്ങോട്ട് കൊണ്ടുപോയി. ആ സമയത്ത് ഞാൻ ലിയോനെ കൊണ്ട് ഞാനും മാഷും കൂടിയിട്ട്, പക്ഷെ ഒരാൾ മാത്രം വെറുതെ വിട്ടില്ല. നേരത്തെ കണ്ട അവനും ഞാനും തമ്മിൽ, അവന് ഇങ്ങോട്ട് വിടാതിരിക്കാൻ ഞാൻ കുറേ പാടുപെട്ടു. അവസാനം അയ്യോ ഇവിടുന്നൊരു വട്ടം കറങ്ങലല്ലോ. ലിയോ ഓടിപ്പോയി, പിന്നാലെ അവനും ഓടിപ്പോയി. പക്ഷെ പകുതി വരെ ഓടിപ്പോയിട്ടുള്ളൂ. പിന്നെ ലിയോ അവിടെ നിന്ന്, ഇവൻ അവിടെ നിന്ന്. എൻ്റെ